ആകട്ടെ. കർത്താവിദാസൻ പാസ്റ്റർ ബ്ലസ്സൻ എബ്രഹാം, പാസ്റ്റർ രാജൻ, യുവാൻറ്റിസ്റ്റ് എ പി ജോൺസൺ, എൻ്റെ സ്നേഹിതൻ ബിജു, പ്രിബേവ് ചായൻ, ബെന്നും ഫാമിലിയും എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതും ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ച് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ബേസിക്കലി ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. One of my problems is that I'm very fluent in speaking Malayalam. When I teach, it's English that comes to me because I was a teacher of English for many years. Some of you know it. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ കൂടുതലും ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും പറഞ്ഞുകൊണ്ട് വരുന്നത്, മനഃപൂർവ്വമല്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് വലിയ അറിയൊന്നുമില്ല, അവർക്ക് കുറേ കൂടെയൊക്കെ അത് പിക്കപ്പ് ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം. So today I'm going to do two things. Number one, I give you some idea about why we should study the Bible, or the importance of studying the Word of God. ദൈവവചനം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത. And the second, we'll have a Bible study today. So we're going to have two sessions. The first question is, why should we study the Word of God at all? എന്തിനാണ് നമ്മൾ വേദപുസ്തകം പഠിക്കേണ്ടത്? ചിലർ പറയും ഞാനിപ്പോൾ പാസ്റ്ററൊന്നും ആകാൻ പോകുന്നില്ല, അതുകൊണ്ട് വല്ല പ്രാർത്ഥനയോ വല്ലതും ഉണ്ട് എന്നെ വിളിക്കും, ബൈബിൾ സ്റ്റഡിക്കൊന്നും വിളിക്കേണ്ട. അത് ബൈബിൾ സ്റ്റഡിയൊക്കെ ആരുടെ പണിയാണ്? പാസ്റ്റർമാരുടെ പണിയാണ്, അല്ലെങ്കിൽ പാസ്റ്റർ ആകേണ്ടിയവരുടെ പണിയാണ് നമ്മൾ പറയും. ഓക്കെ, ലെറ്റ് മീ ബി പ്രിസൈസ്. Hebrews 4:12 and 13 പറയുന്നത്, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യത്തിൽ പറയുന്നത്, ഒന്ന്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവായ്ത്തയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത്. അവനുമായിട്ടാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവനുമായിട്ടാണ് നമുക്ക് കാര്യം ഉള്ളത്. എന്തിനാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്, അല്ലെ എന്തിനാണ് ബൈബിൾ സ്റ്റഡിക്ക് വരേണ്ടത്? അതിന്റെ ഉദ്ദേശങ്ങൾ പറയാൻ പോണ്. ഒന്നാമത്തത്, ദൈവത്തിന്റെ വചനം ജീവനുള്ളത്. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിൽ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്വിക്ക് എന്നാണ്. ഈ ക്വിക്ക് എന്ന് വായിക്കും നമ്മൾ വിചാരിക്കും പാസ്റ്റർമാർ കമന്ററി പറയും പോലെ പ്രസംഗിച്ച് പടപടാന്ന് പോകുന്ന പോലെ എന്ന് പറഞ്ഞു തീർക്കേണ്ടിയാണ് വേദപുസ്തകം. ക്വിക്ക് എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനല്ല. മൂലഭാഷയിൽ ക്വിക്കനിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലൈഫ് ഗിവിങ് അല്ലെങ്കിൽ ജീവൻ നൽകുന്നത് എന്നാണ്. അപ്പോൾ വേദപുസ്തകം പഠിക്കാൻ നമ്മൾ എന്തിനാ വരേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്താ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും. അപ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ പർപ്പസ് എന്താണ്? ടു ഹാവ് ലൈഫ് as well as life in abundance. സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? ഈ ലോകം കൊണ്ട് അവസാനിക്കാത്ത, നിത്യതയോളം നിലനിൽക്കുന്ന നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ആരുടെ അടുത്ത് വരണം? ദൈവത്തിന്റെ വചനത്തിന്റെ അടുത്ത് വരണം. എന്തിനാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത്? ഒന്നാമത്തെ പർപ്പസ് നിത്യജീവൻ പ്രാപിക്കാൻ. ഒന്ന്. രണ്ടാമത്തെ പർപ്പസ് ലൈഫ് ഗിവിങ്. രണ്ടാമത്തത് പവർഫുൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചൈതന്യം നൽകുന്നതെന്ന്. ഇറ്റ് ഗിവ്സ് സ്ട്രെങ്ത് ആൻഡ് പവർ ആൻഡ് പൊട്ടൻഷ്യൽസ് ആൻഡ് എനർജി ഇൻ യുവർ സിസ്റ്റം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ എനർജി, കൂടുതൽ ചൈതന്യം നമുക്ക് ലഭിക്കും. എപ്പോൾ ലഭിക്കും? ദൈവത്തിന്റെ വചനത്തിന്റെ അടുക്കൽ വരുമ്പോൾ. അതാണ് അതിന്റെ രണ്ടാമത്തെ പർപ്പസ്. അതുകൊണ്ടാണ് ദീർഘനേരം വചനം കേട്ടിരുന്നിട്ടും ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന മജോറിറ്റി ആളുകളും പറഞ്ഞു, ഓ ഇത് കഠിനവാക്കാണ്, ഇങ്ങനെ ബൈബിൾ സ്റ്റഡിയെങ്കിൽ ഞങ്ങൾ ഇന്നേ പഠിത്തം നിർത്തുക എന്ന് പറഞ്ഞ് ഒരുപാട് പേരും പുസ്തകമൊക്കെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി. ആരുടെ ബൈബിൾ ക്ലാസ് ആയിരുന്നു? നിങ്ങൾ വിചാരിക്കും ആളുകൾ ഇറക്കി പോയെന്നുണ്ടെങ്കിൽ അത് ബാബുജിയുടെ ബൈബിൾ ക്ലാസ് തന്നെയായിരിക്കും. ആരുടെ ബൈബിൾ ക്ലാസ് ആയിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബൈബിൾ ക്ലാസ്സാ. അവൻ കർത്താവ് എന്തെന്നറിയാമോ? വചനം കേട്ടിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ബാക്കിയുള്ളവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പൊ ഒരാളെന്താ പറഞ്ഞു? ഞങ്ങൾ ആരുടെ അടുത്ത് പോകും? എന്തുകൊണ്ട്? നിത്യ ജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്. അപ്പൊ നിന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ എന്താണ്? നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുന്ന വചനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ വേദപുസ്തകം പഠിക്കുന്നതിന് രണ്ട് പർപ്പസ്, രണ്ട് ഉദ്ദേശം ഞാൻ പറഞ്ഞത് എന്താണ്? ഒന്ന് ജീവൻ ഉണ്ടാകുക, രണ്ട് ചൈതന്യം ഉണ്ടാകുക. മൂന്നാമത്തെ കാര്യം കേട്ടോണം കേട്ടോ, ഈ വചനത്തെ പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ എനി ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് എന്നാണ്. ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. അതുകൊണ്ട് എന്തെന്നറിയാമോ? piercing even to the dividing center. ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ ഇനി പറയാനുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ മറന്നാലും കുഴപ്പമില്ല, ഈ ഒരു കാര്യം മറക്കരുത്. ഏതാ പറഞ്ഞത്? piercing even to the dividing center എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഇടയ്ക്ക് തുളച്ചു കടന്നിട്ട് ഇത് രണ്ടിനെ അപ്പുറത്തും ഇപ്പുറത്തുമാക്കി നിർത്തുക. മനസ്സിലായ? എന്നിട്ട് പറയും അന്യോന്യം ഇനിയും തൊട്ടു പോകരുതെന്ന്. മനസ്സിലായ? So the word of God is piercing, തുളച്ചു കടക്കുക. എവിടം വരെ, എത്ര നേരം തുളച്ചു കിടക്കും? To the dividing asunder എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങൾ രണ്ട് ഭാഗത്ത് മാറുന്നത് വരെ ഈ വചനം ഇങ്ങനെ തുളച്ചു കിടക്കും. ഏതാണെന്നറിയാമോ? ഓക്കെ, ബോൺസ് ആൻഡ് മാരോസ് പറയാണ്. ജീവനും ചൈതന്യമുള്ളത്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർപിടിവിക്കുന്നത് വരെ തുളച്ചു കിടക്കുക. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണേ. ചിലപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇടാന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമാണ്. ചിലരുടേതോ അവരുടെ ആത്മാവിലും പ്രശ്നമാണ്. ആത്മാവെന്നുള്ള കറക്റ്റ് വേർഡല്ലോ, സോൾ എന്ന അവരുടെ ദേഹിയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്റലക്ച്വൽ തലം. മനസ്സിലായോ? ചിലരുടെ ജീവിതമേ പ്രശ്നമാണ്, മറ്റു ചിലരുടെ ഇന്റലക്ച്വൽ റലംസ് അത് മുഴുവൻ പ്രശ്നങ്ങളാണ്. മൂന്നാമതുള്ള ആൾക്കാരോ അവരുടെ അസ്ഥിയിലും മജ്ഞയിലും ഒക്കെ പ്രശ്നമാണ്. മനസ്സിലായോ? They have problems in their joints and in their marrows. അല്ലയോ? അപ്പൊ ഇപ്പൊ എത്ര കാര്യം ഞാൻ പറഞ്ഞു? ഒന്ന് പ്രോബ്ലംസ് ഓഫ് ലൈഫ് പറഞ്ഞു, രണ്ടാമത്തത് പ്രോബ്ലംസ് ഓഫ് ദി ഇന്റലക്ച്വൽ മെന്റൽ റലം പറഞ്ഞു, മൂന്നാമത്തത് പ്രോബ്ലംസ് ഓഫ് ദ ഫിസിക്കൽ റലം. അല്ലയോ? ഇനിയും ദൈവത്തിന്റെ വചനത്തിന്റെ അടുത്ത് വരുമ്പം വചനം എന്തെന്നറിയാമോ? ഇതിലെ അങ്ങോട്ട് പിയേഴ്സ് ചെയ്യാൻ തുടങ്ങും, തുളച്ചു കിടക്കാൻ തുടങ്ങും. എതിരെ തുളച്ചു കിടക്കാൻ തുടങ്ങും? ഒന്ന്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലൂടെ. രണ്ട്, ഇന്റലക്ച്വൽ റലംസിൽ ബുദ്ധി മണ്ഡലങ്ങളിലുള്ള പ്രശ്നങ്ങളിലൂടെ. മൂന്നാമത്തേതോ ഫിസിക്കൽ റലംസിൽ ശരീരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും തുളച്ചു കിടക്കും. ആര് തുളച്ചു കിടക്കും? ദൈവത്തിന്റെ വചനം. എങ്ങനെ തുളച്ചു കിടക്കും? ലൈക്ക് എ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്, ഇരുവായ്ത്തലയുള്ള വാള് പോലെ തുളച്ചു കിടക്കും. നിങ്ങൾ ഉറങ്ങി പോകരുത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉറങ്ങാൻ പറ്റിയൊരു സമയമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ വീട്ടിൽ പോകരുത്. എന്നിട്ട് നീക്ക് ഈ വാൾ അവിടെ നീക്കുക. ഏത് വാള്? വചനമെന്ന എങ്ങനെയുള്ള വാള്? ഇരുവായ്ത്തലയുള്ള വാള്. ഇല്ലയോ? അവിടെ നിൽക്കുന്ന എന്തിനാന്നറിയോ? എവിടെ നിൽക്കുക? എവിടെ നിൽക്കുക? ബിറ്റ്വീൻ us and our problems. നമുക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും ഇടയ്ക്ക് ഈ വാൾ ഇറങ്ങി നിൽക്കുക. മനസ്സിലായോ? ജീവിതത്തിലെ പ്രശ്നമായാലും ശരി, മെന്റൽ റോംസിലുള്ള പ്രശ്നമായാലും ശരി, ശരീരത്തിലുള്ള പ്രശ്നമായാലും ശരി, ലോകത്തിന്റെ അസ്വസ്ഥതയായാലും ശരി, ഇന്ന് സന്ധ്യാസമയം ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം നിന്റെ കൂടെ ഒരു പ്രശ്നം കൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ. നീ മീറ്റിങ്ങിന് പോകുന്ന പറയുമ്പോ ഞാനും വരുവാന്ന് പറഞ്ഞ് ഒരു ഭാരം കൂടെ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് സന്ധ്യാസമയം ദൈവത്തിന്റെ വചനം പറയുന്നത്, നീയേ തിരിച്ചു പോകത്തുള്ളൂ, നിന്റെ പ്രശ്നം നിന്റെ പുറകെ വരത്തില്ല. എന്തുകൊണ്ടാ നിന്റെ പുറകെ വരത്തില്ലെന്ന് പറഞ്ഞത്? നിനക്ക് നിന്റെ പ്രശ്നത്തിന് ഇടയ്ക്ക് ഒരുത്തൻ ഇറങ്ങി നിൽക്കുക. അവന്റെ പേരെന്താണെന്നറിയാമോ? എന്താ അവന്റെ പേര്? അവന്റെ പേര് ദൈവത്തിന്റെ വചനം. എന്താ ആ വചനം? എന്തോ പറയുന്നത്? നീയും നിന്റെ പ്രശ്നവും രണ്ട് ഭാഗത്ത് തിരിയുന്നത് വരെ
അതിന്റെ ഇടയ്ക്കോട്ട് ഞാൻ ഇറങ്ങി വരാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസം നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഞാൻ കൊണ്ടുവന്ന പ്രശ്നം എന്റെ പുറകെ തിരിച്ചു വരാൻ എന്റെ ദൈവത്തിന്റെ വചനം അനുവദിക്കത്തില്ല. എനിക്കും എന്റെ ഭാരത്തിനും ഇടയ്ക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം വാളായിട്ട് ഇറങ്ങി വരാൻ പോവുക. എനിക്കും എന്റെ ഭാരത്തിനും ഇടയ്ക്ക് ദൈവത്തിന്റെ വചനം ഇന്ന് സന്ധ്യാസമയം വാളായിട്ട് ഇറങ്ങി വരാൻ പോവുക. എന്തിനാ വാളായിട്ട് ഇറങ്ങി വരുന്നത്? അതിന് നിന്റെ പുറകെ തിരിച്ചു വരാതിരിക്കാൻ. മനസ്സിലായോ? എന്തിനാ ദൈവത്തിന്റെ സന്നിധിയിൽ വരേണ്ടതാ? എന്തിനാ ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടതാ? നാലാമത്തെ കാര്യം പറയാൻ പോവാ. എന്താന്നറിയാമോ? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും നല്ല വൈദ്യനോട് ചോദിച്ചാലും അവൻ പറയും ആന്റിബയോട്ടിക്സ് മാറി മാറി കുറിച്ചോളാൻ പറയും, ഇല്ലയോ? അന്നല്ലോ ഏറ്റവും നല്ല എക്സ്പേർട്സിനോട് ചോദിച്ചാലും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവ് ആകാത്തത്? വൈ ദിസ് പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ്? They don't know. അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞൊരു വലിയൊരു ലിസ്റ്റ് തരും. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയോട് വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് വചനം എന്താ പറയുന്നത്? അവർക്ക് അറിയത്തില്ലെങ്കിലും നിന്റെ പ്രശ്നങ്ങളും അതിന്റെ കാരണങ്ങളും അതിന്റെ പരിഹാരവും മുഴുവനായിട്ട് അറിയുന്ന ഒരുത്തൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരെന്താണ്? അവന്റെ പേര് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആരുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്? നമുക്ക് ജീവൻ നൽകുന്ന, നമുക്ക് ചൈതന്യം നൽകുന്ന, നമ്മളും നമ്മുടെ പ്രശ്നങ്ങളും രണ്ട് ഭാഗത്തേക്ക് മാറുന്നത് വരെ അതിനിടയിൽ ഇരുവായത്തിലുള്ള വാളായി ഇറങ്ങി വന്ന് നിൽക്കുന്ന, നമ്മുടെ സകല കാര്യങ്ങളും തെളിയിച്ചു തരുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഞാൻ പറഞ്ഞോണ്ട് നമ്മൾ എന്തുകൊണ്ട് ബൈബിൾ സ്റ്റഡിക്ക് വരണം എന്നുള്ള കാര്യം. ഈ 4 കാര്യത്തിന് നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് വരേണ്ടത്. മനസ്സിലായോ? ഈ 4 കാര്യം ജീവിതത്തിൽ സാധിക്കണമെങ്കിൽ എവിടെ വരണം? ഈ 4 കാര്യങ്ങളും സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ വരണം. ദൈവവചനത്തിന് മുൻപാകെ വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. 4 വിശുദ്ധ വേദപുസ്തകത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതെ ഇരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇപ്പൊ നിങ്ങളും ശ്രദ്ധിച്ചേ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നടന്നാൽ നമ്മുടെ പ്രോബ്ലംസ് 100% സോൾവ് ആയി. ശരിയല്ലയോ? ജീവിതത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇന്റലക്ച്വൽ റോംസ് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതും പരിഹരിക്കപ്പെട്ടു. ശരീരത്തിന്റെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. സകല കാര്യങ്ങളും തെളിവായി വന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലയോ? ഇല്ലയോ? അപ്പൊ ഇങ്ങനെ നാം ദൈവത്താൽ വചനത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുണ്ട്. ആളിന്റെ പേരെന്തുവാണ്? The God of this world. The God of this world. ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം എന്തെന്നറിയാമോ? വചനം വിശ്വസിക്കാത്തവരുടെ ഹൃദയം കുരുടാക്കി. മനസ്സിലായി? കുരുടാക്കിയോണ്ട് സംഭവിച്ചതെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ആളുകളോട് പറഞ്ഞു, എടാ ഊദേശിക്ക് വേറെ പണിയൊന്നുമില്ല. ഊദേശി എന്ത് ചെയ്യും? ചുമ്മാ വയ്യോളം കുത്തിയിരുന്ന് ഉള്ള റെഫറൻസിലുള്ള നോട്ടും കൂട്ടും ഒക്കെ എഴുതി പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങോട്ട് കയറി വരും. ഇയാൾ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കും. ഈ സമയം നിങ്ങൾക്ക് 10 വാഴ വെച്ചാൽ വാഴ വെട്ടാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യം നോക്കാന്ന് പറയല്ലേ. അതുകൊണ്ട് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം വിരസമാണ് അല്ലെങ്കിൽ ബോറാണ് എന്നൊരു ടീച്ചിങ്, എന്നൊരു തിങ്കിങ് ദുഷ്ടനായ സാത്താൻ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്തു. മനസ്സിലായോ? അപ്പോസ്തലന്മാരുടെ കാലത്ത് ദൈവസഭ വളർന്നത് ദീർഘമണിക്കൂറുകൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കാനും പ്രസംഗിക്കാനും അപ്പോസ്തലന്മാർക്ക് കഴിയുമായിരുന്നു. ദീർഘമണിക്കൂർ, ലേറ്റ് ഇൻ ദ നൈറ്റ് അവർ ദൈവസന്നിധിയിൽ ഇരിക്കുകയും വചനം കേൾക്കുകയും വചനം പഠിക്കുകയും വചനത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. അല്ലയോ? നമ്മുടെ കാലമായപ്പോഴേക്ക് നമുക്ക് എന്താ മനസ്സിലായി? ഈ പരിപാടി പറഞ്ഞിട്ടുള്ളതല്ല, ഒരു 15 മിനിറ്റ് കൊണ്ട് ഭാഷ പെട്ടെന്ന് പ്രസംഗിച്ച് തീർത്താൽ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയും. ഞാൻ സാധാരണ പ്രസംഗിക്കുന്നതിന് പേരാണ്ട് ഞാൻ പ്രസംഗിക്കുന്ന പള്ളികളിലൊക്കെ പിള്ളക്കാരാണല്ലോ. അവർ രാവിലെ കോഴിയൊക്കെ റെഡിയാക്കി ഈ കറങ്ങുന്ന ഒരു അവനുണ്ടല്ലോ വെച്ചാൽ അതിനകത്ത് വെച്ച് ടൈമറൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് പോരുന്നത്. മനസ്സിലായി? അപ്പൊ ഞാനിങ്ങനെ ദൈവവചനത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറയുമ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനോടൊപ്പം മറ്റേ അവനകത്തിരിക്കുന്ന കോഴിയോടൊപ്പം കറങ്ങുക. അവരുടെ പ്രാർത്ഥന എന്തുവാ?
കർത്താവേ, ഈ പാസ്റ്ററോട് സംസാരിക്കണം, നിങ്ങളുടെ കോഴി അരിഞ്ഞു പോകുന്നതിന് മുമ്പേ പ്രസംഗം നിർത്തണം. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെയുള്ള കോഴികൾ വല്ലതും ആരുടെയെങ്കിലും മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കോഴിയൊക്കെ മാറ്റിയിട്ട്, മനസ്സിലായോ, ഇത് നമുക്ക് ആവശ്യം. നമ്മുടെ കർത്താവിനോട് ഈ കർത്താവെ എന്തുവാ വചനം, കർത്താവ് എന്തോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. The word I have spoken to you is life as well as spirit. എന്റെ വചനം ജീവനും ആത്മാവുമാകുന്നു. അപ്പൊ ദൈവവചനത്തോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യമായിട്ട് മാറ്റണം, ഇല്ലയോ? ദൈവവചനത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയിട്ട് ഈ ദൈവവചനം നമ്മൾ എവിടെ വരെ ചെന്നെത്തിക്കുന്നതാണ്? നിത്യജീവിതത്തിലേക്ക് വഴി നടത്തുന്നതാണ് എന്നൊരു ചിന്ത നമുക്ക് ആദ്യം ഉണ്ടാകണം. ഇനി എന്തിനാണ് നമ്മൾ ദൈവവചനം പഠിക്കേണ്ടതെന്നാണ് ഞാൻ ആദ്യം നമ്മളോട് പറഞ്ഞത്. ഇനി രണ്ടാമത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ദൈവവചനം പഠിക്കേണ്ടതെന്നാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവവചനം പഠിക്കേണ്ടതെന്ന് അറിയാമോ? ദൈവവചനം പഠിക്കുന്നതിന് ചില സ്റ്റെപ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകും. ഒന്നാമത്തെ കാര്യം, ഈ വേദപുസ്തകം മുഴുവൻ ഒന്ന് വായിച്ചിട്ട് അതിനകത്തുള്ള ആളുകളും അതിനകത്തുള്ള സംഭവങ്ങളും, മനസ്സിലായി, ആളുകൾ തമ്മിലുള്ള ബന്ധവും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. അല്ലെ എന്താ പറ്റുന്നത്? അല്ലെങ്കിൽ അപ്പൻ ആരാ, മോനാണ് ആരാണ്, ആരുടെ ശേഷം ആര് സംഭവിച്ചു, ഏത് സംഭവത്തിന് ശേഷം ഏതുണ്ടായെന്നുള്ളതിനെ പറ്റി വാലും തലയും നമുക്ക് തിരിച്ചറിയാൻ വയ്യാതെ പിടി കിട്ടും. അപ്പോൾ വേദപുസ്തകം വായിക്കേണ്ടേ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ പരിചയം ഓർക്കുന്നുണ്ടല്ലോ. അബ്രഹാമിന്റെ കഥ, ഇസ്ഹാക്കിന്റെ കഥ, യാക്കോബിന്റെ കഥ, ഇങ്ങനെയുള്ള ഈ കഥകൾ, വേദപുസ്തകത്തിലെ സംഭവങ്ങൾ, ഇൻസിഡൻസ് മുഴുവൻ പഠിക്കണം. അത് നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കണം, കണ്ടല്ലോ. ഇത് നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. വേദപുസ്തകം നമ്മൾ അറിയുന്നതിൻ്റെ ഒന്നാമത്തെ ലെവലാണ്. ആ ഒന്നാമത്തെ ലെവൽ കഴിഞ്ഞ് ഒരു സെക്കൻഡ് ലെവലുണ്ട്. ഈ സെക്കൻഡ് ലെവൽ പോയില്ല, കുഴപ്പമെന്നറിയാമോ? നമ്മൾ ഈ പഠിച്ച കഥകളിൽ തെറ്റും ശരിയും നമുക്ക് മനസ്സിലാകത്തില്ല. ഞാൻ പറയാൻ പോകണേ, വേദപുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, വേദപുസ്തകത്തിലെ ഒരു കാര്യം പോലും ആ ഭാഗം അത് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. മനസ്സിലായ നിങ്ങൾക്ക്? വേദപുസ്തകത്തിലെ ഒരു ഭാഗത്ത് പോലും പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ അത് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? വേറൊരു ഭാഗത്ത് അത് കണക്ട് ചെയ്ത് ആ സ്റ്റോറി എൻഡ് ചെയ്യിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. നാം പഴയങ്ങൾ വായിക്കുന്നുണ്ട്, ആവർത്തന പുസ്തകത്തിൽ വരുന്നുണ്ട്, മോശ മരിച്ചു, ഇല്ലേ? യഹോവ അവനെ അടക്കി. പിന്നെ അവനെ എവിടെ അടയ്ക്കുന്നത് ആരും അറിയുന്നില്ല, അവിടെ കൊണ്ട് തീർന്നില്ലയോ? പക്ഷെ കഥ മുഴുവൻ തീർന്നു. അവിടെ കഥ മുഴുവൻ തീർന്നു. നമ്മൾ എവിടെ വരണം? യൂദായിൽ വരണം. യൂദായിൽ വരുമ്പോഴേ എന്താ മനസ്സിലായത്? മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിച്ച കാര്യം, മോശ ഉയർത്തിരുന്ന കാര്യമൊക്കെ അറിയണമെങ്കിൽ എവിടെ വരണം? യൂദായിൽ വരണം, അല്ലയോ? അബ്രഹാം കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് ഇറങ്ങി തിരിച്ച കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അബ്രഹാം നദിക്കക്കരെ വന്നങ്ങ് സ്റ്റക്കായി പോയി, ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. ആ ഭാഗം എവിടെ പറഞ്ഞിട്ടുള്ളൂ? അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമേ ആ ഭാഗം പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? അപ്പോസ്തല പ്രവൃത്തിയിൽ ആരാ പറഞ്ഞിട്ടുള്ളതാ? സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിലെ ആ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം മോശയുടെ ഇസ്രായേലിലെ ജീവിതം. പക്ഷെ മോശ ഇസ്രായേലിലെ സകല ജ്ഞാനത്തിലും അറിവിലും നിപുണനായിരുന്നുള്ളതും എവിടെ പറഞ്ഞിട്ടുള്ളൂ? അപ്പോസ്തല പ്രവൃത്തിയിലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ഇനി ദൈവത്തിന്റെ ദാസനായ ദാവീദിനെ ആദ്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആരുമായിട്ട് യുദ്ധം ചെയ്യാനാ? ഗോലിയാത്തോണ്ട്, അല്ലേ? അപ്പം ഇയാളുടെ ശൗലിന്റെ പടച്ചൊക്കെ കേട്ടപ്പോൾ ദാവീദ് എന്താ പറഞ്ഞു? ഓ, എനിക്കൊന്നും ചേരത്തില്ല, എനിക്കൊന്നും ശീലമില്ലെന്ന് പറഞ്ഞല്ലേ. അവിടെ നമുക്കൊരു പ്രസംഗവിഷയം ഉണ്ടാക്കും നമ്മൾ. എന്താണെന്നറിയാമോ? ദൈവമക്കളെ, പഠിച്ചതിലും ശീലിച്ചതിലും അഭ്യസിച്ചതിലും ഒന്നുമല്ല കാര്യം എവിടെ ഇരിക്കുന്നത്? കാര്യം ദൈവകൃപയിലാ ഇരിക്കുന്നത്. മനസ്സിലായി? കാര്യം എവിടെ ഇരിക്കുന്നത്? ഈ കല്ലിനകത്തും കവണയ്ക്കകത്തുമായിരിക്കുന്നത്. നമ്മൾ എന്തിനുള്ള റീസൺ കണ്ടുപിടിച്ചു? വേദപുസ്തകം പഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള റീസൺ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഒന്നല്ലോ. ദാവീദ് എന്തോ യുദ്ധം അഭ്യസിച്ചാണ് ഗോലിയാത്തിനെ നേരിട്ടത് എന്ന് നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യും. ദാവീദ് യുദ്ധം അഭ്യസിച്ചവനായിരുന്നു. എവിടെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം? പറഞ്ഞിരിക്കുന്നത് അബ്ശാലോമിന്റെ കൂടെയുള്ള ആളുകള് ദാവീദിനെ പറ്റി പറഞ്ഞു, നിന്റെ അപ്പനായ ദാവീദ് ബാല്യം മുതൽ യോദ്ധാവാകുന്നു. കേട്ടല്ലോ, ദാവീദ് ബാല്യം മുതൽ യോദ്ധാവെന്നുള്ള എവിടെ പറഞ്ഞിട്ടുള്ളൂ? വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞ?
ആ ഭാഗം വേറൊരിടത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവിടെ ഇവിടെ റെഫർ ചെയ്ത് പഠിക്കണം. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? അത് നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കഴിഞ്ഞാൽ നല്ലത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നുമല്ല ബൈബിൾ എഴുതിയത്. അതുകൊണ്ട് കുഴപ്പമില്ലെന്നറിയാമോ? ബൈബിൾ എഴുതിയ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അർത്ഥങ്ങളും നമ്മുടെ ഭാഷയിലോട്ട് ഭാഷാന്തരം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് വാക്കുകളിലും എന്തുകൊണ്ട് അർത്ഥത്തിന്റെ പെശകുണ്ട്. ഒത്തിരി എക്സാമ്പിൾസ് എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും, ഒരുപാട് എക്സാമ്പിൾസ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വാക്ക് ഞാൻ പറയാം. കാനാവിലെ കല്യാണത്തിൽ വെച്ച് കർത്താവ് മറിയെ സ്ത്രീയെ എന്ന് വിളിച്ചെന്ന കർത്താവിനെതിരായിട്ട് ഉള്ള ഏറ്റവും വലിയ ആക്ഷേപം അല്ലേ? കർത്താവ് മറിയെ സ്ത്രീയെ എന്ന് വിളിച്ചേയില്ല, ആ കർത്താവിനറിയാം. പിടികിട്ടിയോ? കർത്താവ് മറിയെ സ്ത്രീയെ എന്ന് വിളിച്ചേ ഇല്ല. കർത്താവ് എങ്ങനെ മറിയെ വിളിച്ചത്? ഗുനായി എന്നാ വിളിച്ചത്. അതിന്റെ അർത്ഥം രാജ്ഞിക്ക് തുല്യമായി ബഹുമാനം അർഹിക്കുന്ന വ്യക്തി എന്നാണ്. എലിസബത്ത് രാജ്ഞി അങ്ങോട്ട് ചെന്നിരിക്കട്ടെ, കാനാവിലെ കല്യാണത്തിന് എന്തേ വിളിക്കത്തുള്ളൂ? ഗുനായി എന്നേ വിളിക്കത്തുള്ളൂ. അതിനേക്കാൾ ബഹുമാനം അർഹിക്കുന്നൊരു പദം ആ ഭാഷയിൽ പറയാനില്ല. കർത്താവ് അത്രയും ബഹുമാനം കൊടുത്തിട്ടും ഭാഷാന്തരക്കാരെ നമ്മൾ എന്ത് ചെയ്തു? പരിഭാഷപ്പെടുത്തി തോലച്ച് അവസാനം പിള്ളേർക്ക് സന്ദർഭം പഠിക്കുമ്പോൾ കർത്താവിനോട് ദേഷ്യം വരുന്ന അവസ്ഥയിലാക്കി. ഞാൻ ദൈവമേ, കർത്താവ് വരെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചിരിക്കുക. ഇത് കേട്ട് വീട്ടിൽ ചെന്ന് എനിക്ക് അമ്മയെ സ്ത്രീ എന്ന് വിളിക്കാൻ നോക്കുമോ? അമ്മയുടെ എന്തും കിട്ടും അടി, അച്ഛൻ്റെ എന്തും കിട്ടും, ആ ആഴ്ച മുഴുവൻ അടിയായിരിക്കും. പറയാൻ പറ്റത്തില്ല. അപ്പം പ്രശ്നം എവിടെ ഉണ്ടായത്? അങ്ങനല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നുള്ളത്. അതിൻ്റെ മൂലഭാഷയിൽ പോയി നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് നമ്മുടെ പ്രോബ്ലമാണ്, അല്ലയോ? നമ്മുടെ പ്രോബ്ലമാണ്, നമ്മൾ പഠിച്ചില്ല. അപ്പം ഞാൻ 3 സ്റ്റെപ്പ് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം നമ്മൾ റെഫർ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു. ഒന്നാമത് നമ്മൾ മുഴുവൻ വായിച്ച് പഠിക്കണം. 2 കണക്ട് ചെയ്ത് വായിക്കണം. 3 എന്താണ് പറഞ്ഞിരിക്കുന്നത് പഠിക്കണം എന്ന് പറഞ്ഞു. 4ാമത്തെ കാര്യം എന്തെന്നറിയാമോ? നാലാമത്തെ കാര്യം, വേദപുസ്തകം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്ര തെളിവുള്ള പുസ്തകമാണ്. മനസ്സിലായോ? വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ ചരിത്ര തെളിവുള്ള പുസ്തകമാണ്. ഞാൻ 1-2 ഉദാഹരണം നിങ്ങൾക്ക് പറയാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 2 കൊച്ചു പിള്ളേരുമായിട്ട് ലണ്ടൻ മ്യൂസിയം ഒക്കെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ സെൻഹരീബ് എന്ന അശൂർ രാജാവ് ഇസ്രയേലിനെ ആക്രമിക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എന്ന് 702 BC. മനസ്സിലായോ? 702 BC സെൻഹരീബ് ഹിസ്കിയാവിനെ ആക്രമിക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ അതിൽ കുറേ എണ്ണം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ചരിത്രപരമായ ഉറപ്പാണ്, ഇല്ലയോ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ആൾക്കാർ നമ്മളോട് പറയും, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനമൊക്കെ ആരാ എഴുതിയത്? നിങ്ങളുടെ മോശ എഴുതിയ കഥയല്ലയോ? നിങ്ങളുടെ മോശ എഴുതിയ കഥയാണ് എന്ന് ആൾക്കാർ പറയും, ഇല്ലയോ? അറിയാൻ വേണ്ട മണ്ടന്മാരെങ്ങനെ പറയത്തുള്ളൂ, അറിയാവുന്നവർ പറയത്തില്ല. അവരോട് നമുക്ക് എന്താ മറുപടി പറയേണ്ടത്? മോശ ഇത് എഴുതുന്നതിന് എത്രയോ വർഷം മുമ്പ്, ഏതെഴുതുന്നതിന്? ഉൽപ്പത്തിയിലെ ജലപ്രളയവും അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയ കാര്യം, ഇല്ലയോ? ഇസ്ഹാക്കിനെ കിണർ കുടിക്കുന്നതിൽ നിന്ന് ഓടിച്ചു വിട്ട കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവനും മിസ്രൈമിലെ കൊട്ടാരത്തിലെ എഴുത്തുകാരൻ, ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ അത് മുഴുവനും എഴുതി. ഈ പറഞ്ഞ കാര്യം മുഴുവൻ എഴുതിയതിൻ്റെ ഒറിജിനൽ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ കിങ് ക്രോസിൽ ചെന്നിട്ട് അവിടെ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇരിപ്പുണ്ട്. അവിടെ ചെല്ലുന്ന ഒരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റിനകത്ത് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു സംഭവം ഏതാണെന്നറിയാമോ? വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ 5 പുസ്തകങ്ങളിലെ ചരിത്രം മുഴുവൻ ആരെഴുതിയേക്കുന്നതാ? ഈജിപ്ഷ്യൻ ഹിസ്റ്റോറിയൻസ് എഴുതിയിരിക്കുന്നത്. ഈജിപ്തിലെ ചരിത്രകാരന്മാർ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രം എഴുതി വെച്ചിരിക്കുക. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ചരിത്രമൊക്കെ എത്രയേ ഉള്ളൂ? ഒരു 4-5 വാക്യത്തിലുള്ളൂ. മനസ്സിലായി? അബ്രഹാം മിസ്രൈമിൽ ഇറങ്ങിപ്പോയതും സാറായി അവരെ ഫറവോൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കാര്യം, ഇതൊക്കെ ഉണ്ട്. ഒരധ്യായം തന്നെ ഇല്ല പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് പേജുകളായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ആര്? ഈജിപ്തിലെ ഹിസ്റ്റോറിയൻസ്. മനസ്സിലായോ? ഒരുത്തൻ നമ്മളോട് എടാ ഇതൊക്കെ നിങ്ങളുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മണ്ടത്തരമില്ലയോ കഥയില്ലയോ എന്ന് ചോദിച്ചാൽ അവനോട് എന്തോ പറയണം? നീ അങ്ങോട്ട് ചെന്നിട്ട്
ലണ്ടൻ മ്യൂസിയത്തിൽ കയറി അവിടെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ചെന്നിട്ട് ഇതിൻ്റെയൊക്കെ എവിഡൻസ് എടുക്കണം. നിനക്ക് വായിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നീ മണ്ടനാന്നുള്ള സംഭവിച്ചിട്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളാൻ പറയണം. ഞാൻ എന്താ പറഞ്ഞു തരാം? വിശുദ്ധ വേദപുസ്തകത്തിൽ ചരിത്രത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. അപ്പൊ നമ്മൾ എന്തെന്ന് പറയാമോ, വേദപുസ്തകം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വേദപുസ്തകത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിക്കണം. പഠിച്ചില്ലേ പറ്റുന്ന കുഴപ്പം എന്തുവാ? പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ ആദാമിൻ്റെയും ഹവ്വായുടെയും കഥ പഠിച്ചു, അബ്രഹാമിൻ്റെയും സാറായുടെയും കഥ പഠിച്ചു അല്ലേ? അങ്ങനെ നമ്മൾ കുറേ കഥ പഠിച്ചിട്ടുണ്ട്. ആ കഥ തന്നെ ഉപദേശിമാർ പ്രസംഗിച്ച് നമ്മൾ കേട്ടുള്ളൂ അല്ലയോ? അബ്രഹാം രാവിലെ എഴുന്നേറ്റു, കൂടാരവാതിൽ കേക്ക് വരുന്ന രംഗം, ടപ്പോന്നിരിക്കുന്ന രംഗം, 3 പേര് വരുന്ന രംഗം. എത്ര കൊല്ലം നിങ്ങൾ പ്രസംഗം കേട്ടോ? എത്ര കൊല്ലം കേട്ടു? കേൾക്കാൻ തുടങ്ങിയ കാലം പോലെ കേട്ടോണ്ടല്ലേ? ആണല്ലോ. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന അത്രേ ഉണ്ടെന്ന്. ആ കേട്ടതിനപ്പുറം എന്തെങ്കിലും ഒരാൾ പ്രസംഗിച്ചാൽ പഠിപ്പിച്ചാൽ നമ്മൾ എന്താ പറയും? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദുരുപദേശം എന്ന് പറയും. തെറ്റാന്ന് നമ്മൾ പറയും. എന്താ പറയും? ദുരുപദേശം എന്ന് പറയും. ഞാൻ അവരുടെ നീ പഠിച്ചിട്ടുണ്ടോ? നീ എവിടം വരെ പഠിച്ചത്? മൂലഭാഷ എന്താന്ന് കണ്ടിട്ടുണ്ടോ? ചരിത്രപരമായ പശ്ചാത്തലം കണ്ടുണ്ടോ? മൂലഭാഷയും ചരിത്രപരമായ പശ്ചാത്തലവും ഇത്രയും നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് വേദപുസ്തകത്തെ പറ്റി ഒരു നല്ല അറിവ് കിട്ടത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇൻട്രഡക്ഷൻ നിർത്തിയിട്ട് നമ്മുടെ ഭാഗത്ത് ക്ലാസ് തുടങ്ങിയില്ല കേട്ടോ. ദൈവം നമ്പുരാനെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിയ ജനലിൽ കൂടെ വീഴുന്ന ലക്ഷണമാണ് നിങ്ങൾ പറഞ്ഞത്. ജോസെ ചിന്തിക്കുക, ഇന്ന് തീരുമാനിക്കും. അടുത്ത ദിവസം മുതൽ പ്രഥമ ഭാഷയോട് ചോദിക്കും ഭാവിയും ഭാഷ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് തീരുമാനിക്കും നമ്മളിങ്ങോട്ട് വരണോ വേണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരം എല്ലാ കാലത്തും ഒന്ന് തന്നെയാണോ? വീട്ടിലൊരു കുഞ്ഞുണ്ടായാൽ ആദ്യം അമ്മയുടെ പാല് കൊടുക്കുമല്ലോ, അന്നല്ലോ. ആ കുഞ്ഞിന് അമ്മയുടെ പാല് കൊടുക്കുന്നതിന് ഈ അമ്മ എന്ത് ചെയ്യും? കപ്പയും മീനും കുഴച്ച് തരും. ഈ കുഞ്ഞിന് കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥം കൊടുക്കല്ലെന്നാണോ? അല്ലല്ലേ. കൊച്ചിന് 15 വയസ്സായപ്പോഴും എനിക്ക് അമ്മച്ചിയുടെ പാല് തന്നെ മതിയെന്ന് പറഞ്ഞാലോ പ്രോബ്ലമാണ് ആ കൊച്ചല്. അന്നല്ലോ. 20 വയസ്സായിട്ടും അവന് ചോറ് വാരി തിന്നാൻ ഒക്കത്തില്ലെങ്കിൽ പ്രോബ്ലമാണ് ഇല്ലേ? ഇനി ദൈവസഭ എന്ന് പറയുന്നത് ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സന്തതി ആണല്ലോ. ദൈവസന്തതിയായ ദൈവസഭയ്ക്ക് ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ വചനത്തിന്റെ പോഷണം. സഭ വളരുന്നത് അനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ 18-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടിലും നമ്മുടെ അപ്പച്ചന്മാർ പ്രസംഗിച്ചതും നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മൾ കേൾപ്പിച്ചതുമായ ദൈവവചനത്തിന്റെ ടീച്ചിങ്സ്, ദൈവവചനത്തിന്റെ ഫീഡിങ് അല്ല 21st സെഞ്ച്വറിയിൽ വന്ന് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അവർ പറഞ്ഞത് തെറ്റാണോ എന്നേ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ഇന്ന് നമുക്ക് ആവശ്യം അതല്ല. ഏതുപോലെ 3 വയസ്സുള്ള കുഞ്ഞിന് ആവശ്യമായ ആഹാരമല്ല 30 വയസ്സുള്ളവന് ആവശ്യമായത്. അതുപോലെ വളരുന്ന ദൈവമക്കൾക്ക് ദൈവവചനത്തിൽ നിന്ന്, വചനത്തിന്റെ ആഴത്തിൽ നിന്ന് ന്യൂ ഫീഡിങ്സിന്റെ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാം ഉറങ്ങാൻ തുടങ്ങിയോ? എവരിബഡി? ചോദിച്ചാൽ ചോദിക്കുക, പാസ്റ്റർ ഇപ്പം നിർത്തുന്നോ? കുറച്ച് കളിച്ച് നിർത്തുന്നു. Okay. So with this understanding, now we are coming to a different approach to the word of God. ദൈവവചനം നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് കുറെ കൂടെ വ്യത്യസ്തമായി നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. We are trying to make a new approach to the study of the word of God. Everybody is ready?